BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ആറന്മുള കണ്ണാടി നൽകി പ്രധാനമന്ത്രിയെ സ്വീകരിച്ച് സുരേഷ് ഗോപി. 10,800 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ആറന്മുള കണ്ണാടി സമ്മാനിച്ച് പ്രധാനമന്ത്രിയെ സ്വീകരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജീവിതത്തിലെ വലിയ നിമിഷങ്ങളിലൂടെയാണ് ഹൃദയം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം ഒരുപാട് വേദിയിലിരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുവാൻ ലഭിക്കുന്നത് ഇതാദ്യമായാണ്. എന്റെ ജീവിതത്തിലെ വലിയ നിമിഷമായി കാണുന്നു എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. മാറാത്തത് മാറും, ഇനി കേരളം വളരും. അവസരം നൽകിയാൽ വികസനം ഉറപ്പാക്കാം. കേരളത്തിന് മോദിയുടെ ഗ്യാരണ്ടി. കേരളത്തിന് പുതിയ തുടക്കം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കലൂരിൽ NDAയുടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് പ്രകൃതിയും സംസ്കാരവും വിശാലമായ സമുദ്രതീരവുമുണ്ട്. എന്നാൽ വളർച്ച ഉണ്ടാകുന്നില്ല. അതിന് കാരണം മാറി മാറി ഭരിച്ച മുന്നണികളാണ്. ഭരണമാറ്റത്തിൽ നിലവിലെ പാറ്റേൺ മാറണം. അതിനായി NDAയ്ക്ക് അവസരം തരണമെന്ന് മോദി പറഞ്ഞു. കലൂരിലെ NDA പൊതുസമ്മേളനത്തിൽ സോളാർ തട്ടിപ്പും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഉയർത്തിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. NCERT വിവാദ പാഠഭാഗം തയ്യാറാക്കിയവർക്കെതിരെ കർശന നടപടിയുമായി സുപ്രീംകോടതി കരിക്കുലം സമിതിയിൽ നിന്നും പുറത്താക്കി. ജുഡീഷ്യറിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട NCERT പുസ്തക വിവാദത്തിൽ കർശന നടപടിയുമായി സുപ്രീംകോടതി. പാഠഭാഗം തയ്യാറാക്കിയ 3 പേർക്ക് കരിക്കുലം സമിതിയിൽ നിന്നും ആജീവനാന്ത വിലക്കേർപ്പെടുത്തി സുപ്രീംകോടതി. 3-അംഗ സംഘത്തെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നിർദ്ദേശം നൽകി. പ്രൊഫസർ മൈക്കൽ ഡാനിനോ, അധ്യാപിക സുപർണ ദിവാകർ, നിയമഗവേഷകൻ അലോക് പ്രസന്നകുമാർ എന്നിവരെയാണ് പാഠഭാഗം തയ്യാറാക്കുന്നതിലെ എല്ലാ ചുമതലകളിൽ നിന്നും വിലക്കിയിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലായിരുന്നു ജുഡീഷ്യറിയിലെ അഴിമതികൾ എന്ന വിവാദ പാഠഭാഗം. സംസ്ഥാനത്ത് പൊള്ളുന്ന ചൂട്, താപനില ഉയരുന്നു. നാളെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, പാലക്കാട്, കാസർഗോഡ്, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഇന്നും നാളെയുമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. ആലപ്പുഴ, കോട്ടയം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും എന്നാണ് മുന്നറിയിപ്പ്. പരാതി തെറ്റായ ഉദ്ദേശത്തോടെ നടി ശ്വേതാ മേനോനെതിരെയുള്ള കേസ് റദ്ദാക്കി ഹൈക്കോടതി. സിനിമയിലൂടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്ന നടി ശ്വേതാ മേനോനെതിരായ കേസ് റദ്ദാക്കി ഹൈക്കോടതി. എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് റദ്ദാക്കിയത്. ശ്വേതാ മേനോൻ നൽകിയ ഹർജിയിലാണ് നടപടി. സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ച സിനിമകളിൽ അഭിനയിച്ചതിന് നടിയെ ശിക്ഷിക്കാനാകില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പരാതി തെറ്റായ ഉദ്ദേശത്തോടെയാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ശ്വേതാ മേനോന്റെ പാലേരി മാണിക്യം എന്ന ചിത്രത്തിലെ അഭിനയം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഹർജിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഉണ്ണി സെബാസ്റ്റ്യൻ കാപ്പൻ, M രവികൃഷ്ണൻ എന്നിവർ ഹാജരായി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ദേശീയപാത വിഷയം പൂർത്തീകരിക്കാത്ത പരിപാടിയാണ് മോദി ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ മുഖ്യപ്രതി KC വേണുഗോപാൽ. ദേശീയപാത വിഷയം പൂർത്തീകരിക്കാത്ത പരിപാടിയാണ് മോദി ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് KC വേണുഗോപാൽ MP. തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാരും മുഖ്യപ്രതി. സംസ്ഥാനത്തെ ദേശീയപാത മുഴുവൻ അവതാളത്തിൽ. തിരഞ്ഞെടുപ്പ് മാമാങ്കമാണ് കാണുന്നത്. ഫെഡറലിസത്തിന് ഒരു വിലയും നൽകാത്തവരാണല്ലോ കേന്ദ്ര സർക്കാർ. BJP സംസ്ഥാന അധ്യക്ഷൻ പ്രിവിലേജ്ഡ്, അതിനാൽ പരിപാടിയിൽ പങ്കെടുക്കുന്നുവെന്നും KC വിമർശിച്ചു. പരമോന്നത നേതാവ് മോജ്തബ ഖമനയിക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു, സ്ഥിരീകരിച്ച ഇറാൻ. പരമോന്നത നേതാവ് ആയത്തുള്ള മോജ്തബ ഖമനയിക്ക് ആക്രമണത്തിൽ പരിക്കെന്ന് സ്ഥിരീകരിച്ച ഇറാൻ ഭരണകൂടം. മോജ്തബയ്ക്ക് പരിക്കേറ്റെന്നും എന്നാൽ ആരോഗ്യവാനും സുരക്ഷിതനുമാണെന്നും പ്രസിഡന്റ് മസൂദ് പെസ്ഷിയക്കന്റെ മകനും സർക്കാർ ഉപദേഷ്ടാവുമായ യൂസഫ് പെസ്ഷിയക്കാൻ പറഞ്ഞു. മോജ്തബയ്ക്ക് പരിക്കേറ്റെന്ന് സ്റ്റേറ്റ് ടെലിവിഷനും സ്ഥിരീകരിച്ചിരുന്നു. യുദ്ധത്തിൽ പരിക്കേറ്റ നേതാവ് എന്ന അർത്ഥമുള്ള ജാൻബാസ് ഓഫ് റമദാൻ എന്നാണ് ദേശീയ ടെലിവിഷൻ മോജ്തബയെ വിശേഷിപ്പിച്ചത്. ഏത് തരത്തിലുള്ള പരിക്കാണ് മോജ്തബ ഖമനയുടേതെന്ന് വ്യക്തമല്ല. അതേസമയം ഗൾഫ് മേഖലയിലെ ഇറാൻ ആക്രമണത്തിന്
അയവില്ല. UAE-യും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ന് പുലർച്ചെയും ആക്രമണമുണ്ടായി. സംഘർഷം അവസാനിപ്പിക്കുവാൻ അന്താരാഷ്ട്ര സംഘടനകളുടെ ഇടപെടലുകൾ ഉണ്ടാവണമെന്ന് UAE ആവശ്യപ്പെട്ടു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.